2300 രൂപയോ? ഇതാർക്കത്? ആവശ്യമുള്ളവർ വെളിയിലും ഉണ്ടല്ലോ സാറ്. ആന ഫ്രൈ കിട്ടുമോ എന്ന് ചോദിച്ചെന്ന് കേട്ടോ. കിട്ടായിക ഒന്നുമില്ല സാറേ. പണ്ട് നഞ്ചാങ്കോടിനടുത്ത് കട നടത്തിയിരുന്നപ്പോ അതും ഞാൻ വിളമ്പിയിട്ടുണ്ട്. അതൊക്കെ അറിയേക്കാം. പാർവതി, ഒരു മിനിറ്റ്. അഡ്രസ് ഇതിലുണ്ട്. ഒന്നവിടെ എത്തിക്കണമല്ലോ പാർവതി. എന്താ, എത്തിക്കില്ലേ? ഞാനോ? അതെ, ചെറിയൊരു ഫേവർ ചെയ്യില്ലേ? പാർവതി ചെയ്യും, എനിക്കറിയാം. അത്രയ്ക്ക് ഇഷ്ടമല്ല അമ്മൂനെ. എന്താ ഇത്? ആസിയാൻ കരാർ അച്ചുമ്മയുടെ വീട്ടിലെത്തിക്കണം. എന്താ പാർവതി? രവി, ഞാൻ കൊടുക്കാം. എവിടെയാന്ന് വെച്ചാൽ എത്തിച്ച പോരെ. ഒരു ഫോൺ കോൾ അകലത്തിൽ പാർവതി ഉണ്ടാവേണ്ടത് എൻ്റെ ആവശ്യമാണ്. മണ്ടത്തരൊന്നും കാണിക്കരുത്. നിന്റെ കുഞ്ഞിൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ്. അത് മറക്കണ്ട. വാക്കുകൾ സൂക്ഷിച്ച്. എന്നടാ അമ്പി ഇங்கே സ്മോളിങ്ஸா? ഇല്ല, ഞാൻ ഓഫീസിൻ്റെ അണ്ണനെങ്കിൽ ഞാൻ ഇങ്ങ പക്കത്തില്. സോറി, ഞാൻ ഇവനുடைய അണ്ണൻ കല്യാണകൃഷ്ണൻ. തഞ്ചാവൂരിന്ന് രുക്കുമാമി വന്നിട്ടുണ്ട്. അപ്പ അവിടെ സിസ്റ്റർ ചെന്ന് കാണണമെന്ന് മാമ ഫോൺ ചെയ്ത് ഒരേ നിർബന്ധം. കുറെ അരിമുറുക്കും ചീടയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. നിന്നുടെ ഫ്രണ്ട് അല്ലേ? രവി എബ്രഹാം. ക്രിസ്ത്യനാ? നമ്മ കണ്ണമ്മ അവിടെ തമ്പി മാതിരി ഇരിക്കും. അതേ ഷർട്ട്, അതേ പാന്റ്, അതേ ഷൂസ്. ആണാ മൂഞ്ചു മറ്റും അപ്പടിയല്ല. ഓക്കെ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാവരായിട്ട് പെട്ടെന്ന് കമ്പനി. ഞാനും ബിസി, അതെല്ലാം വിട്. ഫ്രണ്ട്സ് രണ്ടുപേരും വീക്കെൻഡ് ആഘോഷിക്കാൻ ഇറങ്ങിയതായിരിക്കും. സ്മോളിങ്. അതെ, അണ്ണൻ വരുന്നോ? പിന്നെന്താ, കുറെ നേരമായി ഓട്ടോ കാത്തു നിൽക്കണേ. ഒരെണ്ണം നിർത്തണ്ടേ? ഒരു ജീവൻ രക്ഷാ പോളിസി കൊടുക്കാനുണ്ട് ചുള്ളിക്കല്. നിങ്ങൾ ആ വഴിയാ? അല്ല, കുഴപ്പമില്ല, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അല്ലണ്ണ, നീങ്ക പോങ്കോ. ചുമ്മാരുടെ അമ്പി. ഒരു ഫ്രണ്ട് അൻപാകെ കൂപ്പിടുമ്പോ അത് മറ്റുമല്ല, ഫ്രീ ലിഫ്റ്റ് തന്നെ. അപ്പുറം എന്നാ ഒന്ന് വഴി മാറി. ഇതിലല്ല, ഇതിലേ അങ്ങോട്ട് പോവാൻ പറ്റില്ലേ? ഇല്ല. ഓ, പഴയ വണ്ടിയല്ലേ? ഒരു ലിഫ്റ്റ് തന്നതിന്റെ ക്ഷീണം മാറിയിട്ടില്ലല്ലോ നിനക്ക്. കർത്താവായിട്ട് എൻ്റെ കോട്ടിലിട്ട് തന്നൊരു പന്തല്ലേ അകത്ത് കയറിയിരിക്കുന്നത്. ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ. എന്നാ നീ ഒന്ന് കളിക്കേ. ചീട നമ്മുടെ അരിമുറുക്കിന്റെ ഫാമിലിയാ. ഉരുണ്ടിട്ടാന്നുള്ളൂ. സാപ്പിടുങ്ക. വേണ്ട. റുക്കുമാമി അവരുടെ കയ്യാല പണിയത്. സാപ്പിട്ട് പാര്. സാപ്പിടുങ്കോ. ഇവൻ എങ്ങനെയാ രവിക്ക് പരിചയം? ഏതെങ്കിലും ബാറിൽ വെച്ചായിരിക്കും. ഞാൻ അപ്പവേ നനച്ചേൻ. ഞാൻ ഇവനുடைய അണ്ണൻ. അണ്ണൻ എന്ന് പറഞ്ഞ കസിൻ. ബൈ ദ വേ, ഏതാ ഡ്രിങ്ക്? സിംഗിൾ മോൾട്ട് ഏതായാലും. ഓ, വെരി നൈസ്. കേട്ടോ രവി, വലിയ സ്ഥിതിയിലൊന്നും ആയിരുന്നില്ല ഇവന്റെ കുടുംബം. അപ്പ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. അമ്മ ഹൗസ് വൈഫ്. ഇവൻ വിക്ടോറിയയിൽ BSc ജോയിൻ ചെയ്തു. അപ്പോഴാ ഒരു ലെറ്റർ വരുന്നത്, കരക്കൂർ IIT. അന്നൊക്കെ ഞാൻ சொன்ன IIT അമ്പിന്ന്. ഇവൻ കേക്കലേ. ഇവന് താല്പര്യം ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇവനൊരു 10 വയസ്സുണ്ട്.
ദീപാവലിക്കും വിഷുവിനും അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ശിവകാശി പടക്കം ഇവന്റെ അടുത്ത് കൊണ്ടുവരും. നവസാരവും ഇഷ്ടിയപ്പൊടിയും ബാറ്ററിക്ക് അകത്തുള്ള കരിയും ചില അങ്ങാടി മരുന്നുകളും വെടിമരുന്നിൽ മിക്സ് ചെയ്യണ ഇവന്റെ ഒരു ടെക്നിക്ക് ഉണ്ട്. ദീപാവലിക്ക് ഞങ്ങളുടെ എണ്ണക്കാര തെരുവിലെ പടക്കത്തിന്റെ ശബ്ദം നെന്മാറ വേല മാറി നിൽക്കും. അന്നയ്ക്ക് പടക്കം, ഇന്ന് ബോംബ്. അവളുതാൻ ഡിഫറൻസ്. ഇവനാത്തിലെ എല്ലാതും മില്യൻ. രഞ്ജിനി ഇവനുടെ തങ്കച്ചി, അകത്തെ തറ NSS കോളേജിലെ ലെക്ചറർ. നിങ്ങൾ സറ്റ് സുമാരക്കള. എന്നടാ അമ്പി, നിന്റെ കൂട്ടുകാരൻ തന്നെ രവി. ബൈ ദ ബൈ, രവി ഇവിടെ വർക്ക് ചെയ്യണു. ഏട്രിയം സ്ട്രക്ചേഴ്സ്. ഓഹോ, ரொம்ப ഫേമസ് കമ്പനിയാച്ചേ. മുടിഞ്ഞ ആസ്മ. രവിക്ക് ഇൻഷുറൻസ് പോളിസിയിൽ താല്പര്യമുണ്ട്. ഞാനൊരു ഇൻഷുറൻസ് ഏജന്റാണ്. ട്രൂ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ലോകം കെട്ടുപോയി കിടക്കുക. എവിടെ തിരിഞ്ഞാലും ടെററിസ്റ്റ് അറ്റാക്ക്, ബോംബ് ഭീഷണി, സുനാമി, ഭൂകമ്പം. ശരി വിടുങ്ക. ഏതെങ്കിലും ബാറിലേക്കാണോ അതോ ഏതാവത് പ്രൈവറ്റ് പ്ലേസ്? അണ്ണാ അപ്പടിയൊന്നും ഇല്ല. ബഹുമാനം എതുക്കടാ. നമ്മൾ ഇതിൽ മുമ്പ് ഒരുമിച്ച് കഴിച്ചിട്ടില്ല, ശരി തന്നെ. ആനാ ഇന്നയ്ക്ക് തുടങ്ങക്കൂടാതാ. ഇന്നയ്ക്ക് വന്ന് അമാവാസിയും നരക ചതുർദശിയും ചേർന്ന് വരുന്ന നാൾ, ദ ഡേ ഓഫ് ഇവിൾ. ഹലോ, അണ്ണനെ വഴികാട്ടിയാക്കി കല്യാണകൃഷ്ണൻ. എന്നെ കണ്ടുപിടിക്കാം എന്നാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഹലോ, അത് നടക്കില്ല. അനന്തരാമനാ? ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നടക്കാതെന്ന് അത് ഉണ്മയിതാൻ. ആനാ നടക്കാതെ. ആമാ, അമ്മ വല്ലതും കഴിച്ചു കാണും. നീ കാണിക്കുന്ന ഓരോ മര്യാദ കേടിനും അനുഭവിക്കുന്നത് കുഞ്ഞാണല്ലോടാ. അണ്ണാ ഇവനോട് കുളന്ത നല്ല പടം വരയോ? സ്മാർട്ട് ഗേൾ. അണ്ണാ നമുക്ക് ഞങ്ങൾക്ക് അവിടെ അടുത്തൊരിടം വരെ പോകണ്ടേ? അണ്ണൻ എൻ്റെ ജീവൻ രക്ഷ എടുപ്പിച്ച് ഒരു കുപ്പിയും വാങ്ങി നിൽക്കുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരാം. ഇവിടെ അടുത്തൊരു സ്ഥലത്തിൻ്റെ ഇടപാടാണ്. അതിനെന്താ, ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പോയിട്ട് വരും. ഞാൻ എൻ്റെ ക്ലയൻറ്റിനെയും കണ്ട് കുപ്പിയും വാങ്ങി ആ മുട്ടാർ ജംഗ്ഷനിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തൊരു ബിവറേജ് ഉണ്ട്. ക്യാഷ് എൻ്റെ കയ്യിൽ കാർഡാ, അത് അവിടെ എടുക്കില്ലല്ലോ. അമ്പി ഉങ്കിട്ട് എടുക്കാ. എടാ കണക്ക് വെച്ചൊക്കെ ഞാൻ തിരുപ്പി തരേ. ആ ഫുഡ് നിങ്ങൾ വാങ്ങിയിട്ട് വന്നാൽ മതി. ഞാൻ പ്യൂർ വെജിറ്റേറിയൻ, അത് ஞாபகம் വെച്ചുക്ക. പോർക്ക് ഇരുന്നാ കൊഞ്ചം വാങ്ങിയിട്ട് വാ. അപ്പൊ ശരി, പോയിട്ട് വന്നോ. ഇവൻ എന്ത് പറ്റി? എവിടെയൊരു കുഴപ്പമുണ്ടല്ലോ. അമ്പി இந்த மாதிரி മൂഡിൽ ഞാൻ പാത്തതേ ഇല്ല. എന്നെ മാവട്ടെ, രണ്ട് സ്മോൾ കപ്പൻ. റെയിൽവേ സ്റ്റേഷനിലും സിനിമാ തിയേറ്ററിലും മറ്റുള്ളവന്റെ തലേ ചവിട്ടി ടിക്കറ്റ് വാങ്ങുന്നവരാ ഇവിടെ ക്യൂ നിൽക്കണത്. എന്തൊരു അച്ചടക്കം, എന്തൊരു ക്ഷമ. മലയാളികൾക്ക് മാത്രമേ ഇത് സാധ്യമാവൂ. അതെ, ഈ കർണാടകത്തിൽ നിന്ന് പണ്ട് കാട്ടുപോത്തിന്റെ തല വെച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് വരുന്നുണ്ട്. അതിവിടെ ഉണ്ടാവോ അറിയില്ല. ഇവനൊക്കെ ഇനി എന്നാ നന്നാവുക? നിന്റെ കോർപ്പറേറ്റ് ലോകത്തെ ഏണിയും പാമ്പും കളിയിൽ നീ എങ്ങനെയാണ് എപ്പോഴും ജയിക്കുന്നതെന്നറിയാൻ കൗതുകമുണ്ടായിരുന്നു എനിക്ക്. കൃഷ്ണമൂർത്തി സാറിൻ്റെ ബ്ലൂ ഐഡ് ബോയ്, ഇപ്പോൾ നവീൻ കൃഷ്ണമൂർത്തിയുടെയും. എൻ്റെ ലക്ഷ്യം എന്തെന്നറിയാൻ അണ്ണനെ വെച്ച് നീ ഒരു കളി കളിക്കാൻ നോക്കി. പാലക്കാട്ട് ഒരു പാവം പട്ടരെ വെച്ച് നീ ഒരു കളി പ്ലാൻ ചെയ്തപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് സ്വന്തം കുഞ്ഞാണെന്ന് നീ മറന്നല്ലേ? കളികളൊക്കെ പാളുകയാണല്ലോ എബ്രഹാമേ. ഒരു പ്രമോഷൻ്റെ മണമടിക്കുന്നുണ്ടല്ലേ നിനക്ക്? പ്രൊജക്ട് മാനേജറുടെ ഇടുങ്ങിയ കൂട്ടിൽ നിന്ന്